ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ച് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അങ്ങനെ രഞ്ജിതയുടെ കള്ളൻ വക്കീലും പോലും അറിയാതെ അവരിൽ നിന്ന് സത്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുകയാണ്. എന്തായാലും സുമിത്രയ്ക്ക് വരാനുള്ള സമയമായപ്പോഴേക്കും ഈശ്വരൻ കൊണ്ടെത്തിച്ചു എന്നതുപോലെ തന്നെ അവിടേക്ക് വക്കീലിന് പൈസയുമായിട്ട് അടുത്ത ആൾ വന്നു. അദ്ദേഹവുമായി കണ്ട് സംസാരിച്ച് പഴയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അതായത് ഒരിക്കലും നമ്മുടെ രോഹിത് രഞ്ജിതയ്ക്ക് ഒന്നും ഇഷ്ടദാനം കൊടുത്തിട്ടില്ലെന്നും ഒന്നും എഴുതി കൊടുത്തിട്ടില്ലെന്നും എല്ലാം തട്ടിപ്പോടുകൂടി ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പരസ്പരം നിന്ന് പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീലിനോട് നമ്മുടെ ഹസ്ബൻഡ്, അതായത് രഞ്ജിതയുടെ ഹസ്ബൻഡ് ചോദിക്കുകയാണ്, അതിന് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ട കാര്യം എന്താ? അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടാനുള്ള പൈസ കൂടുതൽ കിട്ടുമെന്നാണോ വിചാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നുമല്ല, എന്തായാലും കാര്യങ്ങളെല്ലാം എന്നായാലും അറിയണമല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കാം. ഇപ്പോൾ ഈ 2 ലക്ഷം രൂപ കിട്ടിയത് പോരെന്നും ഇതിൽ കൂടുതലാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ പറഞ്ഞു, കാശ് ഞാൻ കൊണ്ടുതരാം, ഇപ്പം തൽക്കാലം ഇതുമായിട്ടൊന്ന് പിടിച്ച് നിൽക്കുക. എന്തായാലും വക്കീലിന് ഇപ്പം എങ്ങോട്ടും പോകാനോ വരാനൊന്നും ഇല്ലല്ലോ, ഇവിടെ തന്നെയല്ലേ ഇരിപ്പൊക്കെ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. അത് താനാണോ തീരുമാനിക്കുന്നതെന്ന് വക്കീൽ. അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞു. എന്തായാലും ഞാൻ രഞ്ജിതയായിട്ട് സംസാരിക്കാം, രഞ്ജിതയുമായിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അയാളങ്ങ് പോകാൻ ഇറങ്ങി. അയാളങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ വേഗം വാതിലൊക്കെ അടച്ചു. വാതിലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവനൊക്കെ വേണ്ടി പണിയെടുത്തിട്ട് എന്നെ ഇവന്മാരൊക്കെ പറ്റിക്കുകയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇയാളിങ്ങനെ നിൽക്കുന്നു. വീണ്ടും അന്നേരത്തേക്കും കോളിംഗ് ബെൽ അടിച്ചു. ഇത്രയൊന്നും പറഞ്ഞത് പോരെ ഇയാൾക്ക്, ഇനിയും വേണമെന്നും ചോദിച്ചുകൊണ്ട് വക്കീൽ ഒന്ന് വാതിൽ തുറക്കുകയും കാണുന്ന പൂരം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുമിത്ര മുന്നിൽ അവതരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. സുമിത്രയെ കണ്ടപ്പോഴേക്ക് ഇയാളുടെ അടിപൂടി ഉള്ള ഞരമ്പുകളെല്ലാം തളർന്നു പോയൊരവസ്ഥയായിപ്പോയി. സുമിത്രയെ കണ്ടപ്പോഴേക്ക് ഇയാൾ തകർന്നിങ്ങനെ നിൽക്കല്ലേ, സ്തംഭിച്ച് പ്രതിമ പോലെ നിൽക്കുക. അപ്പോൾ സുമിത്ര ചോദിച്ചു, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന്. പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം, എന്തായാലും ഒളിച്ചു താമസിക്കുന്ന സ്ഥലം കൊള്ളാൻ വക്കീലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര അകത്തേക്ക് കയറി പോണു. ഇടിച്ച് അകത്തേക്ക് കയറുക സുമിത്ര. അങ്ങനെ സുമിത്ര അകത്തേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പം അത് പിന്നെ സുമിത്ര, ഞാൻ വേണ്ട, കൂടുതലൊന്നും ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്കറിയേണ്ട ചില സത്യങ്ങൾ മാത്രമാണെന്നും ആ സത്യങ്ങൾ താൻ എന്നോട് പറഞ്ഞേ മതിയാകൂ. പല വട്ടം തന്നെ ഞാൻ പല സ്ഥലത്ത് വെച്ച് കണ്ടു. അന്നെല്ലാം താൻ രഞ്ജിതയുടെ കൂടി എന്നെ വെറും കോമാളിയാക്കുകയായിരുന്നു. ഇനിയും അതെന്തായാലും നടക്കില്ല. ഇനി എൻ്റെ മുന്നിൽ തൻ്റെ ഒരു കള്ളത്തരങ്ങളും നടക്കില്ല. പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്നോട് പറയണം, എനിക്ക് അറിയുകയും വേണമെന്ന് പറഞ്ഞു. രഞ്ജിത രോഹിത്തിൻ്റെ സ്വത്ത് മുഴുവൻ നേരായ മാർഗത്തിൽ നേടിയതല്ലെന്നും അതിനകത്ത് തൻ്റെ കളിയാണ് നടന്നിരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണത് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എനിക്കതെല്ലാം അറിഞ്ഞേ പറ്റൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുമിത്ര ഇങ്ങനെ ഇയാളോട് തറപ്പിച്ച് പറയുന്നു. അപ്പോൾ സുമിത്ര പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഇയാൾക്ക് ശരിക്കും പേടിയായി. കാരണം സുമിത്ര ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പവർഫുള്ളായിട്ട് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും വക്കീലിന് പേടിയായി. കാരണം സുമിത്രയെ ഇടഞ്ഞു കഴിഞ്ഞാൽ കൊലക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇയാൾ കേട്ടിട്ടുണ്ട്, ഇയാൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അതിൻ്റേതായ ഒരു പേടി ഇയാളുടെ മുഖത്ത് ഇങ്ങനെ തളം കെട്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇത്തവണ എനിക്ക് കിട്ടേണ്ട ഉത്തരങ്ങൾ കിട്ടാതെ ഇവിടെ നിന്ന് പോകാനോ അല്ലെങ്കിൽ ഞാൻ പോകുമെന്നോ താൻ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സുമിത്ര, ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുക. അപ്പോൾ ഇയാളിത് പറഞ്ഞേ പറ്റുമെന്ന് സുമിത്ര. ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു, സുമിത്രയോട് ഇരിക്കുക, എന്തായാലും ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു ഇയാൾ നൈസായിട്ട് അടുക്കളയിലേക്ക് പോയി. ഇയാൾ അടുക്കളയിലേക്ക് പോയിട്ട് സുമിത്ര അവിടെ ഇരുത്തി. അപ്പോൾ സുമിത്ര അത്രയ്ക്കങ്ങ് കിഴിഞ്ഞ് ചിന്തിച്ചില്ല. സുമിത്ര അവിടെ ഇരിക്കണം. ഇയാൾ എന്നിട്ട് അടുക്കളയ്ക്ക് പോയ സമയം നോക്കി, അതായത് ഇയാൾ അടുക്കളപ്പുറത്തോട് ഇറങ്ങി ഓടി. കാരണം സുമിത്രയോടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ സുമിത്ര കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുന്നു, ഇയാൾ വരുന്നില്ല. സുമിത്ര ചെന്ന് നോക്കി, ഇയാളെ അവിടെ എങ്ങും കാണുന്നില്ല. നോക്കുന്നു, വക്കീലെന്നും പറഞ്ഞ് വിളിച്ച് അതിലൊക്കെ കയറി മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ വക്കീലും ഇല്ല, വോട്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി ഇയാൾ സുമിത്രയെ പറ്റിച്ച് കടന്നു കളഞ്ഞെന്ന്. എന്തായാലും സുമിത്രയ്ക്ക് ചെറിയ ക്ലൂകളൊക്കെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ അതും ചെയ്തില്ല. അയാൾ രഞ്ജിതയോടുള്ള കൂറ് പുലർത്താൻ, അല്ലെങ്കിൽ രഞ്ജിത അയാളെ കൊല്ലത്തില്ലേ, അപ്പം അതുകൊണ്ട് അയാൾ ഇറങ്ങി ഓടിയതാണ്. അങ്ങനെ അവിടെ എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ അയാൾ ചതിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി. പക്ഷേ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അയാളെ കണ്ടുപിടിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനമായിട്ട് നമ്മുടെ സുമിത്ര അവിടെ കരിങ്കല്ല് പോലെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് ഇയാൾ ഫോൺ എടുത്ത് വേഗം തന്നെ രഞ്ജിതയെ വിളിച്ചിട്ട് രഞ്ജിതയോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു, ഇപ്പോൾ അരവിന്ദൻ വന്നിട്ട് അങ്ങ് പോയ പുറകെ സുമിത്ര വന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടി. അപ്പോൾ ഈ രഞ്ജിത വിചാരിക്കുന്നത് അരവിന്ദൻ്റെ പിന്നാലെയാണ് സുമിത്ര വന്നതെന്നുള്ള കാര്യമാണേ.
അയാളോട് ആരും ഇപ്പോൾ അങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പൈസയായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാം. എന്നിട്ട് സുമിത്ര വന്നിട്ട് എന്ത് പറഞ്ഞോടോ, സുമിത്രയ്ക്ക് താൻ പിടി കൊടുത്തോ, സുമിത്രയോട് തമ്മിൽ ഒന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രഞ്ജിത്ത് ഭയങ്കരമായിട്ട് റേസ് ആവുക. അപ്പോൾ ഞാൻ സുമിത്രയ്ക്ക് പിടിയൊന്നും കൊടുത്തിട്ടില്ല, സുമിത്രയോട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, സുമിത്ര അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അടുക്കളപ്പുറത്തോടെ ഇറങ്ങി ഓടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അതേതായാലും തൽക്കാലം നന്നായി, ഇനി താൻ ഉടനെ ഒന്നും അങ്ങോട്ടേക്ക് പോകണ്ട, അവൾ അവിടെ നിന്ന് ഉടനെ ഒന്നും പോകുന്ന കാര്യവും താൻ ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എത്ര കാലം ഇങ്ങനെ ഒളിച്ച് ജീവിക്കും, എനിക്ക് ഒരിടത്തും താമസിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും രഞ്ജിതയോട് വക്കീൽ ചോദിക്കുക, തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ കൺമുന്നിലേക്ക് എത്തിക്കുന്നില്ലേ, പിന്നെ എന്താ തനിക്ക് ഇത്ര ബുദ്ധിമുട്ട്, താൻ പിന്നെ എന്തിനാ ഇങ്ങനെ ഏത് നേരം ഇരുന്ന് ഈ ഇല്ലാ കണക്ക് പറയുന്നതെന്ന് ചോദിച്ചു. അടുത്ത സ്ഥലം ഞാൻ തന്നെ റെഡിയാക്കി തരാം, താൻ തൽക്കാലം അവിടെ വെയിറ്റ് ചെയ്യുക, എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുക, ഞാൻ അരവിന്ദനെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് രഞ്ജിത്ത് ഇയാളോട് ചൂടായിട്ട് ഫോൺ വെച്ചു. ഈ ഫോൺ വിളിയും കഴിഞ്ഞ് രഞ്ജിത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കൈകൊട്ടും ചിരിയൊക്കെ ആയിട്ട് ഒരാൾ കയറി വരുന്നു. അത് വേറെ ആരുമല്ല, ദീപു. അപ്പോൾ ഇതിൻ്റെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് ദീപു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ 2 ദിവസമായി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ 2 ദിവസമായി. ആ 2 ദിവസത്തിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മുടെ ദീപു കയറി വന്നത്. പിടി വീണല്ലേ രഞ്ജിതേ, എൻ്റെ ഏട്ടത്തിയുടെ പിടി വീണല്ലേ എന്ന് ദീപു ചോദിച്ചു. നിന്നോട് ആരാടാ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ അങ്ങനെ അങ്ങ് ചൂടാവല്ലേ, നീ നിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വന്നതല്ല, നീ ആർക്ക് പൈസ കൊടുക്കുവോ അല്ലെങ്കിൽ നിൻ്റെ കള്ളത്തരങ്ങൾ മൂടി വയ്ക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അതിനൊന്നും ശല്യമല്ല, ഞാൻ എനിക്ക് കിട്ടാനുള്ള പൈസ മേടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മേടിക്കാനുള്ള പൈസ നീ തരാമെന്ന് പറഞ്ഞ ഡേറ്റ് ഇന്നാണെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ തരാമെന്നൊന്നും പറഞ്ഞില്ല, 2 ദിവസം കഴിയട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ. ആ 2 ദിവസമായി ഇന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്നത്, ആ ക്യാഷും എടുത്ത് എനിക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ കാശില്ല, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞപ്പം, രഞ്ജിതേ നീ ആരുടെ അടുത്ത് വേണമെങ്കിലും കളിച്ചോ, ഈ ദീപുവിൻ്റെ അടുത്ത് നീ കളിക്കാൻ നിൽക്കരുത്, കളി ഞാൻ പഠിപ്പിക്കും എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് മൊത്തത്തിൽ തലയ്ക്ക് ഭ്രാന്ത് കയറിയിരിക്കുന്ന സമയം, നിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കോളും, നീ പോകാൻ പറഞ്ഞു. അക്കൗണ്ടിലേക്ക് പൈസ എത്തുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് ദീപു ചോദിച്ചപ്പോൾ, അത് ഉറപ്പ് തന്നെയാണ്, നീ രഞ്ജിതയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ആ വാക്ക് രഞ്ജിത പാലിക്കും, കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ദീപുവിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ദീപു പറഞ്ഞു, ശരി രഞ്ജിതയുടെ വാക്കിന് ഇനി ഞാൻ വില കൽപ്പിച്ചില്ലെന്ന് വേണ്ട, ശരി എനിക്ക് പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയാൽ മതി, ഇത്ര മണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ എനിക്ക് എൻ്റെ പൈസ കിട്ടിയിരിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ദീപു ഇങ്ങനെ പറയാം. അപ്പോൾ ദീപു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയറും എന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ നിൽക്കുന്നു. ദീപു അവിടെ നിന്ന് അങ്ങ് പോയി. പക്ഷേ ദീപു പോലും അറിയാതെ ദീപുവിനെ തകർത്തുകൊണ്ട് നമ്മുടെ അനിരുദ്ധ നേരം അവിടെ എത്തി. അനിരുദ്ധ് ആ സമയം കൊണ്ട് നാട്ടിലെത്തി, സ്വന്തം മകളെ കാണാനായിട്ട് വന്നു. മകളെ കണ്ട് ഒരുപാട് സന്തോഷത്തോടെ മകളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ്. എന്തായാലും അനിരുദ്ധിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി സ്വരമോൾക്ക്. പിന്നെ പരാതിയായി, പരിഭവമായി, സ്നേഹമായി, കരുതലായി, ലാളനയായി, അങ്ങനെ നമ്മുടെ അനിരുദ്ധും മകളും കൂടി അവിടെ വാതോരാതെ സംസാരിച്ച് ഇത്രയും നാളത്തെ പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പം അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും അവിടെ നടന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദീപുവിനെ കാണാനായിട്ട് നമ്മുടെ അനിരുദ്ധ് വീട്ടിലേക്ക് വരുന്നു. ദീപുവാണ് അവിടുന്ന് പൈസ കിട്ടുമെന്നുള്ളതും പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് അനിരുദ്ധ് അങ്ങോട്ടേക്ക് വരുന്നത്. അനിരുദ്ധിനെ കണ്ടപ്പോൾ ദീപു ഞെട്ടിപ്പോയി. കാരണം ദീപുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു അനിരുദ്ധ്. അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇത്രയും കാലം ഈ നാട്ടിലേക്ക് വരുത്താതിരുന്ന അനിരുദ്ധ് ഇന്ന് പച്ച മനുഷ്യനായി മുന്നിൽ വന്ന് നിൽക്കുന്നു. പറയേണ്ട കാര്യമുണ്ടോ, അവൻ്റെ ഇടപാട് തീർന്നു ശരിക്കും പറഞ്ഞാൽ ദീപുവിൻ്റെ. അങ്ങനെ ദീപു ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അനിരുദ്ധ് എല്ലാ കഥയും അറിഞ്ഞിട്ടാണ് വരുന്നത്. അനിരുദ്ധ് വന്നിരുന്ന് ദീപുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാലും അങ്കിൾ ഇത്രയും വലിയൊരു ചതി എന്നോടും എൻ്റെ അമ്മയോടൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്കിൾ എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്. എന്തിനാ അങ്കിൾ ഇത്രയും വലിയൊരു കള്ളം എന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് അനിരുദ്ധ് അങ്ങ് തുടങ്ങിയില്ലേ. അനിരുദ്ധിൻ്റെ ഒരു ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി ദീപു. ലാസ്റ്റ് ദീപു പറഞ്ഞു, അത് പിന്നെ മോനെ, ഏട്ടത്തി മരിച്ചതിന് തുല്യമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന അമ്മയെ കാണാൻ നിനക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം, നിന്നെ നെഞ്ചു പൊട്ടിപ്പോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ദീപു കുറേ കൺവിൻസ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ അനിരുദ്ധ് പറഞ്ഞപ്പോൾ അമ്മയെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ അനിരുദ്ധ് അമ്മയെ തേടി വന്ന കാര്യം ദീപു ഉടനെ ഒന്നും സുമിത്രയോട് പറയില്ല. കാരണം അമ്മയും മകനും കൂടെ ഒന്നിച്ചാൽ ദീപുവിൻ്റെ കള്ളക്കളികൾ പൊളിയും എന്നുള്ള കാര്യം നമ്മുടെ ദീപുവിനറിയാം. അതുകൊണ്ട് തന്നെ ദീപു അടുത്ത നുണയെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പറയാനായിട്ട്. അപ്പം അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ദീപു പുറത്തേക്ക് പോയി രഞ്ജിതയെ വിളിച്ചിട്ട് രഞ്ജിത കാശിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാശിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാനായിട്ട് പറയാം. അപ്പോൾ യാദൃശികമായിട്ട് നമ്മുടെ ചിത്ര ടൗണിൽ പോയതായിരുന്നു. ടൗണിൽ പോയിട്ട് വരുന്ന നമ്മുടെ ചിത്ര ഈ ഒരു കാഴ്ച കാണുന്നു. കാശെന്ന് കേൾക്കുമ്പോൾ ആക്രാന്തം മൂത്ത് പറക്കുവാണല്ലോ ദീപു. അങ്ങനെ പറന്ന് അയാളുടെ മുന്നിൽ ചെന്ന് അയാൾ കൊടുക്കുന്ന കാശ് ഇങ്ങനെ പിച്ചക്കാശ് പോലെ കൈ നീട്ടി വാങ്ങിക്കുന്നു. ഈ കൈ നീട്ടി വാങ്ങിക്കുന്ന ദീപുവിനെ
സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മുടെ ചിത്ര അവിടെ നിൽക്കുക. അപ്പോൾ ചിത്ര ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പൈസയില്ല, ജോലിയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ എപ്പോഴും പറയുന്ന ആൾക്ക് ആരാണ് ഇത്രയും കാശ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ വ്യക്തിയെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത്. അന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയവനെ ചിത്രയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ അയാൾ എന്തിന് ദീപുവിന് പൈസ കൊടുക്കണം എന്നൊക്കെ ചിത്ര അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. കാരണം ചിത്രയ്ക്ക് അവിടെ തൊട്ട് സംശയം തുടങ്ങി. ദീപു എന്ന് പറയുന്ന ചതിയൻ്റെ മുഖം മൂടി ചിത്രയുടെ മുന്നിൽ അഴിഞ്ഞു വീണു. ഇനി അങ്ങോട്ട് ദീപു ചിത്രയെ ബോധ്യപ്പെടുത്താൻ ഉണ്ടാക്കേണ്ട കഥകളെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥകൾ തന്നെ ആയിരിക്കണം. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നടന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ശീതളിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓർത്ത് ശീതളും ആകെ ടെൻഷനായിട്ടിരിക്കുന്നു. ശീതളിനെ അന്നേരവും ഉപദ്രവിക്കാനായിട്ടുള്ള വ്യഗ്രതയോടുകൂടി സച്ചിൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനെല്ലാം അപ്പുറം നമ്മുടെ സുമിത്ര എല്ലാത്തിനെയും തച്ചുടയ്ക്കാനുള്ള പകയും ആ ഒരു നിശ്ചയദാർഢ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ആ സത്യം കണ്ടുപിടിക്കാനുള്ള പരക്കം പാച്ചിലാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വഴിത്തിരിവുകളോടും കൂടിയാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇനി അങ്ങോട്ടുള്ള കഥ വരുന്നത്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് സഹായമായി അനിരുദ്ധും നാട്ടിലെത്തിക്കഴിഞ്ഞു. അമ്മയും മോനും കൂടി ഇനി ഒരു പിടുത്തം പിടിക്കും. ദീപുവിനെയും എല്ലാവരെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിച്ചടുക്കും. സ്വന്തം അമ്മ മരിച്ചു പോയെന്നും പറഞ്ഞ് മകനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ അനിരുദ്ധ് വീട്ടിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ ദീപുവിനെ വലിച്ചു കീറിയെന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വിശേഷങ്ങളും അടിപൊളി സിറ്റുവേഷനുകളുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.